നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയറേക്കാൾ മെമ്മറി കാർഡ് മുക്കേണ്ടത് ഇപ്പോൾ പോലീസിന്റെ ആവശ്യം. ആര്യയ്ക്കും സച്ചിനുമെതിരെ കേസ് എടുക്കേണ്ടി വന്നതിന്റെ ഭയത്തിലാണ് പോലീസ്. മാത്രമല്ല, ഈ കേസിൽ മേയറെയും MLAയെയും രക്ഷിക്കാൻ പഴുതുണ്ടാക്കേണ്ടതും ഇപ്പോൾ പോലീസിന്റെ ആവശ്യം. പോലീസ് നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട്. ഏമാന്മാരുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി ആ മെമ്മറി കാർഡ് മാത്രമാണ്. മെമ്മറി കാർഡ് കിട്ടിയില്ല, മറ്റ് രേഖകളും തെളിവുകളും ഇല്ല എന്ന സ്ഥിതി വന്നാൽ കേസ് എഴുതി തള്ളാൻ പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകാം. ഇതിനുള്ള സാധ്യത ഏറെയാണ്. കോടതിയുടെ കഴുത്തിന് പിടുത്തത്തിൽ നിന്നും സഖാക്കളുടെ വെട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പോലീസ് നോക്കിയിട്ട് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കേസിൽ വളരെ സൂക്ഷിച്ചേ ഇനി നടപടികൾ പാടുള്ളൂവെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം വന്നത്. മേയർക്ക് വേണ്ടിയുള്ള തിരക്കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട് പോലീസ്. ഇരുവർക്കുമെതിരെയുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ ഒഴിവാക്കാനാണ് ഇനി നീക്കം. ബസിലെ മെമ്മറി കാർഡ് കളവുപോയ സാഹചര്യത്തിലാണ് ഇത്. ഈ വീഡിയോ പുറത്തു വന്നാൽ എന്തും സംഭവിക്കുമെന്ന ആശങ്ക പോലീസിനുണ്ട്. ഗുരുതര കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മേയറുടെയും MLAയുടെയും അറസ്റ്റ് നിർബന്ധമല്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ബസിലെ യാത്രക്കാരെ കണ്ടെത്തി മൊഴിയെടുക്കും. കണ്ടക്ടറുടെ മൊഴിയും നിർണായകമാകും. മെമ്മറി കാർഡ് കിട്ടിയില്ല, മറ്റു രേഖകളും തെളിവുകളും ഇല്ല എന്ന് കോടതിയെ ധരിപ്പിക്കാനാകണം. ഇതിൽ കോടതി എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായത് കോടതി കടുപ്പിച്ചപ്പോഴാണ്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തേണ്ടി വന്നതാണ്. ഇനി കോടതിയിൽ ഉഡായിപ്പിറക്കുക അത്ര എളുപ്പവുമല്ല. എന്നാൽ മേയറെ ഊരിയെടുക്കാൻ വകുപ്പുണ്ടാക്കേണ്ടത് പോലീസിന് അത്യാവശ്യവും. അതിനാൽ മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല എന്ന കഥ തന്നെ ഇറക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസിൽ ഇരുവരുടെയും അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് വ്യക്തമാണ്. KSRTC ഡ്രൈവർ യദു മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയ എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ എന്നിവരുടെ മൊഴിയാകും പോലീസ് ആദ്യം രേഖപ്പെടുത്തുക. ഇവരോട് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും ആര്യയുടെയും സച്ചിൻ ദേവിന്റെയും മൊഴിയെടുക്കുക. സച്ചിൻ ദേവ് MLA ബസിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് തീരുമാനം. ബസിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന ഗുരുതര ആരോപണം FIRൽ തന്നെയുണ്ട്. MLA അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചതായും FIRൽ പറയുന്നു. കോടതിയിൽ നൽകിയ ആരോപണമാണ് FIRലുള്ളത്. അന്വേഷണം നടത്തിയ ശേഷം വകുപ്പുകൾ പോലീസിന് മാറ്റാം. ദൃശ്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ MLA ബസിൽ കയറിയെന്ന ആരോപണം പോലീസ് തള്ളും. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ IPC 353 വകുപ്പാണ് ഇവർക്കെതിരായ ജാമ്യമില്ലാ കുറ്റം. 2 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. മേയർക്കും കൂട്ടർക്കുമെതിരെ തെളിവ് നശിപ്പിക്കലിന് 7 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. പക്ഷേ കുറ്റം ചുമത്തിയാൽ വിചാരണ സെഷൻസ് കോടതിയിലാക്കണം. പൊതുശല്യമുണ്ടാക്കിയതിനുള്ള വകുപ്പിന് 200 രൂപ മാത്രമാണ് പിഴ ശിക്ഷ. അന്യായമായ തടഞ്ഞുവെക്കലിന് 1 മാസം തടവും പിഴയും അനുഭവിക്കണം. പൊതു ഉദ്ദേശത്തോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിച്ചാൽ 5 പ്രതികളും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയതെങ്കിലും ഇരുവർക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാം. സർക്കാർ നിലപാട് ഇതിൽ നിർണായകമാകും. പ്രതിസ്ഥാനത്ത് മേയറും MLAയുമായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചാൽ മുൻകൂർ ജാമ്യം കിട്ടും. സർക്കാർ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത.